എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് മുടി വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു എണ്ണ അനത്തുന്ന രീതിയാണ്. നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. ഇത് ഞാൻ ഉപയോഗിക്കുന്ന എണ്ണയാണ്. ഇത് വളരെ ഫലപ്രദമാണ്. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് വളരെ ഫലപ്രദമാണ്. മുടി നന്നായി വളരും. ഇവിടെ കാണുന്നത് കയ്യൂന്നി എന്ന് പറയുന്ന പച്ചമരുന്നാണ് നമ്മളിവിടെ ഈ വീഡിയോയിൽ കാണുന്നത്. ഇത് അലവറ അല്ലെങ്കിൽ കറ്റാർ വാഴയാണ് ഇവിടെ കാണുന്നത്. കറ്റാർ വാഴയുടെ തണ്ട് അടർത്തി വെച്ചേക്കുന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഇത് ബ്രഹ്മിയാണ്. ബ്രഹ്മി നമ്മൾ തണ്ട് ചെറുത്ത് വെച്ചേക്കുകയാണ്. ഇത് നീലേമരി എന്ന് പറയുന്ന പച്ചമരുന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നീലേമരിയുടെ ഇലകള് ഇറുത്ത് വെച്ചതാണ് ഈ കാണുന്നത്. ഇത് ചുവന്ന തുളസിയാണ്. ചുവന്ന തുളസിയുടെ കുറച്ച് മണ്ട നമ്മൾ മുറിച്ചു വെച്ചത്. ഇത് കറിവേപ്പിലയാണ്. ഇവിടെ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത്. ഇത് 3 നെല്ലിക്കയാണ്. ഈ മരുന്നുകളെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കയ്യൂന്നി, നീലയമരി, കറ്റാർ വാഴ, തുളസി, ബ്രഹ്മി, കറിവേപ്പില, നെല്ലിക്ക, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ എണ്ണയ്ക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ളത്. ഇത് അലവറയുടെ ജെല്ല് എടുത്തു വെച്ചേക്കുകയാണ്. ഇത് നമുക്ക് മിക്സിയിൽ ഓരോന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതിന് നീര് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഇത് അരയ്ക്കണം. അല്ലെങ്കിൽ നമ്മൾ അരകല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ ഇതിന് വെള്ളം ചേർത്തില്ലെങ്കിൽ ഇത് നമുക്ക് ശരിയായിട്ട്. എന്നിട്ട് ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഞാൻ എണ്ണ അനത്തുന്നത്. അത് ഇരുമ്പ് ചീനിച്ചട്ടിയിലോട്ട് നമ്മൾ ഇത് മിക്സിയിൽ അരച്ചിട്ട് അരിപ്പയ്ക്കകത്ത് ഒഴിച്ച് അരിച്ചെടുക്കണം. ചിലർ ഇത് അരിക്കാതെ തന്നെ നേരിട്ടങ്ങ് എണ്ണയിലോട്ട് ചേർത്ത് എണ്ണ അനത്തുന്നവരും ഉണ്ട്. ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ രീതിയിലാണ് ഞാൻ എണ്ണ അനത്താൻ മരുന്നുകളൊക്കെ പാകപ്പെടുത്തി എടുക്കുന്നത്. ഇത് കയ്യൂന്നിയാണ് ഇവിടെ ഈ നമ്മളിപ്പോൾ കാണുന്നത്. കയ്യൂന്നി ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അരച്ചാൽ കുറച്ചും കൂടെ പെട്ടെന്ന് അരഞ്ഞെടുക്കും. ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നാലേ ഇത് നമുക്ക് ഇതുപോലെ ലൂസായിട്ട് അരഞ്ഞു കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെ ഈ മരുന്നുകളെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കണം. പണ്ടൊക്കെ ഇത് കല്ലുരലിലൊക്കെ വെച്ച് ഇടിച്ച് നീര് പിഴിഞ്ഞെടുക്കുമായിരുന്നു. ഇപ്പം ആരും അതിനൊന്നും മെനക്കെടാറില്ല. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം ഇപ്പം മിക്സിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്താൽ മതി, ഒരു കുഴപ്പവും ഇല്ല. ഇത് ബ്രഹ്മിയാണ്. ഇത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇവിടെ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. ഇത് ബ്രഹ്മി അരച്ചെടുത്തതാണ്. ഇതും അതുപോലെ നമുക്കത് അരിച്ചെടുക്കാം. കറിവേപ്പിലയും തുളസിയിലയും കൂടെ ഇത് നമുക്ക് കുറച്ച് വീതം ഉള്ളതുകൊണ്ട് ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ഇട്ട് അരച്ചെടുക്കാം. നെല്ലിക്കയുടെ അരിയൊക്കെ കളഞ്ഞിട്ട് ഇതും കൂടെ നമുക്ക് ഇതുപോലെ അരച്ച് എടുത്തതിന് ശേഷം അരിച്ച് ഇതിൻ്റെ നീരെടുക്കണം.
ഇത് കറ്റാർവാഴയുടെ ജെല്ലാണ്. ഇത് ഞാൻ പിച്ചാത്തി വെച്ച് ചെത്തിയെടുക്കണം. സ്പൂൺ വെച്ച് എടുത്താലും മതി, നമ്മളുടെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ എടുത്താൽ മതി. ഇതുകൂടെ നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് മിക്സിയിൽ അടിച്ചതാണ്. ഇത് നമ്മൾ അരിപ്പയിൽ അരിച്ചാൽ ഇത് താഴോട്ട് അരിപ്പയ്ക്കകത്തൂടെ വീഴത്തില്ല. അതുകൊണ്ട് നമ്മളത് നേരിട്ട് പാത്രത്തിലോട്ടൊന്ന് ഒഴിക്കുകയാണ്. ഇനി ഇത് മരുന്നുകളെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ മരുന്നുകളെല്ലാം കൂടെ യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത്. ഞാൻ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ ഇല്ലായിരുന്നു, അതുകൊണ്ട് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വാങ്ങിയതാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഈ കാണുന്ന ഒരു കുപ്പി എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് നമുക്കിനി ഇതിലോട്ട് മരുന്നെല്ലാം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ എണ്ണ നമുക്ക് ഇതിലോട്ട് ഈ കാണുന്ന പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇതിനെ നല്ലതുപോലെ ഇളക്കണം. ഇളക്കി യോജിപ്പിച്ച് നമ്മൾ നല്ലതുപോലെ തീ ആദ്യമേ കൂട്ടി വെച്ച് നമ്മളിത് തിളപ്പിക്കണം. ഇത് നല്ലതുപോലെ തിളച്ച് ഇത് പാകമായി വരാൻ ഒരുപാട് സമയമെടുക്കും. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇത് 1 ലിറ്റർ എണ്ണയുണ്ട്, അതുകൊണ്ട് ഇതിന് കുറച്ച് താമസമുണ്ട്. നമ്മൾ എന്തായാലും ഇതിനു വേണ്ടി നമ്മൾ മെനക്കെടുകയാണ്. അതുകൊണ്ട് ഞാൻ 1 ലിറ്റർ എണ്ണയാണ് ഉപയോഗിച്ചാണ്. ഇതുപോലെ ഇത് എണ്ണ വെട്ടി തിളയ്ക്കണം. എണ്ണ നല്ലപോലെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ തീയെ കുറച്ച് വെക്കണം. ഇടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് മുടി വളർച്ചയ്ക്ക് വളരെ ഫലപ്രദമാണ്. ഉള്ള മുടി നമുക്ക് പോകാതെ ഇരിക്കും. മുടിയിലെ നര നമുക്ക് വരുന്നത് ഒഴിവാക്കാൻ പറ്റും. ഞാൻ വർഷങ്ങളായിട്ട് ഈ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ അനുഭവം വെച്ചതാണ് ഞാൻ ഈ എണ്ണ അനക്കുന്ന രീതി നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും മുടി വളരാനും മുടി നരയ്ക്കാതിരിക്കാനൊക്കെ ഇത് വളരെ ഫലപ്രദമാണ്. എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്. ഇത് നിന്നിട്ട് കുറച്ച് മുക്കാൽ പാകമായപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്ത് വെച്ച് 1 ദിവസം വെച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് ബാക്കി ഇത് ചൂടാക്കി ഞാനിത് ഉപയോഗിക്കുന്നത്. അതങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിനകത്ത് മരുന്നുകളൊക്കെ എണ്ണയിൽ കിടന്ന് ഒന്നുകൂടെ പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളും ഇതുപോലെ തന്നെ ഇത് ചെയ്യുക. 1 ദിവസം കൊണ്ട് വേണമെങ്കിൽ നമുക്കിത് ഒരുമിച്ച് കാച്ചിയെടുക്കാം. അതിനെക്കാട്ടി നല്ലത് മരുന്ന് ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇത് പിറ്റേ ദിവസം ഞാൻ ചൂടാക്കി പാകപ്പെടുത്തി എടുത്ത എണ്ണയാണിത്. ഇതിന്റെ പരുവ് നമ്മൾ എങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഇത് മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് നമുക്ക് ഇത് വരും. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ആ തരി പോലുള്ള സാധനം നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ചെറിയൊരു തരിതരിപ്പ് പോലെ വരും. ആ പരുവാണ് ഇത് മൂത്തെന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ എണ്ണ ഒരുപാട് മൂത്ത് പോകരുത്. മൂത്ത് പോയാൽ മുടി പൊഴിച്ചിൽ ഉണ്ടാകും. പിന്നെ എണ്ണയുടെ കാര്യം കുറ്റം പറയരുത്. അത് എണ്ണ മൂത്ത് പോയാൽ മുടി പൊഴിച്ചിലുണ്ടാകും.
എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എണ്ണ അതിനകത്ത് കിടക്കുന്ന ആ പച്ചമരുന്നിന്റെ തരി നമ്മൾ എടുത്തതിന് ശേഷം അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ അതിന് ഒരു ചെറിയ മൂക്കും ഒരു മണവും ഒക്കെ വരും. അതാണ് അതിന്റെ പരുവം. എന്നിട്ട് ഇതുപോലെ ഈ കാണുന്ന പോലെ നമ്മൾ അരിച്ച് ഒരു കുപ്പിയിൽ എടുത്ത് വെച്ച് നമുക്ക് എത്ര നാൾ വേണേലും ഇത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പരുവത്തിന് നമ്മൾ കറക്റ്റായിട്ട് എടുത്താൽ ഇത് എത്ര വർഷം വേണേലും ഇരുന്നോളും. ഇതിനൊരു കേടും വരത്തില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇത് ആഴ്ചയിൽ 2-3 ദിവസം വീതം നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തേച്ചിട്ട് അരമണിക്കൂർ ഇത് തേച്ച് പിടിപ്പിച്ച് നിന്നതിന് ശേഷം നമ്മൾ കുളിച്ചാൽ മതി. ഡെയിലി തേക്കണമെന്നുമില്ല. വേണ്ടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഉള്ള മുടി പോകാതെ ഇരിക്കും. മുടി വളരുകയും ചെയ്യും. നരയൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനും ഒക്കെ പറ്റും. ഇത് 1 ലിറ്റർ എണ്ണ അനത്തിയപ്പോൾ എനിക്ക് ഇത്രയും തന്നെ എണ്ണ എനിക്ക് കിട്ടി. കുറച്ച് മാത്രമേ എനിക്ക് കുറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഈ കളറാണ് ഈ എണ്ണയ്ക്ക്. ഇത് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനുള്ള എണ്ണയുണ്ട്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഫലപ്രദമായ വീഡിയോ ഞാൻ ചെയ്ത് ഇടുന്നതാണ്. ഇതിന്റെ കളർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. നല്ല പച്ച കളറാണ് ഇതിന്. മരുന്നിന്റെ എല്ലാം കൂടെ കളറാണ് ആ എണ്ണയിൽ നമുക്ക് നല്ലതുപോലെ ഇറങ്ങി നല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന എണ്ണയുടെ അതിനെക്കാട്ടിൽ നല്ല കളർ ഇതിനുണ്ട്. മുടിയൊക്കെ തലയിലുള്ളത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം. മുടി പോകുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. നിങ്ങൾ ഉള്ള മുടി നിങ്ങൾക്ക് സംരക്ഷിക്കാൻ ഇതുപോലെയുള്ള എണ്ണകളൊക്കെ അനത്തി തേച്ച് നമ്മുടെ ഉള്ള മുടി പോകാതെ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ്. ഞാനത് ചെറുപ്പം തൊട്ടാണ് ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ തിരിച്ച എണ്ണ കുപ്പിയിലോട്ട് തന്നെ ഒഴിക്കുകയാണ്. ഇത് കേടുകൂടാതെ ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പുകല്ല് ഇട്ട് കൊടുക്കും. അത് എണ്ണ കേടാകാതിരിക്കാൻ ഉപ്പുകല്ലിടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അത് ഞാൻ നേരത്തെ തൊട്ടേ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് കുറച്ച് നെൽമണികളാണ്. ഇത് ഞാൻ ഇതുപോലെ എണ്ണ അനത്തിയതിന് ശേഷം അവസാനം ഇതും ഇട്ട് കൊടുക്കും. ഇത് ഇട്ട് കൊടുത്ത് അടച്ച് ഞാൻ സൂക്ഷിച്ചു വെച്ച് നമ്മുടെ ആവശ്യാനുസരണം ഇത് മറ്റൊരു കുപ്പിയിലോട്ട് ഒഴിച്ച് ആണ് ഞാനിത് ഉപയോഗിക്കുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ എണ്ണയൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. അത് നിങ്ങൾക്ക് വളരെ ഫലപ്രദമാണ്. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്. ഇത് വളരെ നല്ല എണ്ണയാണ്. ഇത് തേച്ചാൽ നമുക്ക് തലവേദന അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് തണുപ്പാണ് എണ്ണ തലയിൽ തേച്ചാൽ.